ഇന്ന് മീനിന്റെ ചാകരയുള്ള 2 മീൻ ഒരേ സമയം. വിഷമിച്ചാ ഇങ്ങടെ എത്തട്ടെ ഞങ്ങത് നീ ഇതിൽ കയറ്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം പുറത്ത് നോക്കുമ്പോൾ. സോ അവിടെ ഫസ്റ്റ് റൂം, ഇത് സെക്കൻഡ് റൂം ആൻഡ് ദിസ് ഇസ് ദ തേർഡ് റൂം. കൊള്ളാട്ടോ, നല്ല ആംബിയൻസ്. രാത്രിയൊക്കെ അടിപൊളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് സവിൻ? ചെറായി ആണ്. നമുക്ക് ഇന്നൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കണാണ്. അമ്മയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിട്ടുള്ള ഒരു, അതെ, ആഫ്റ്റർ എ ലോങ് ടൈം ലോങ് പ്ലാനിങ് നമ്മളൊരു സ്റ്റേക്കേഷന് വന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ. ഓൾമോസ്റ്റ് ഒരു 1:30 കഴിഞ്ഞ് നമുക്ക് ഇനി വേണമെന്നൊരു 4 മിനിറ്റ്സും കൂടെ ഉള്ളു. അപ്പം നമ്മൾ റിസോർട്ട് എത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയ സ്ഥലം. പന്തി ഫുഡ്സ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമുക്ക് ഇവിടെ ബിരിയാണി മീൽസൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് കയറി നോക്കാം. പപ്പ അമ്മയൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വീഡിയോ കാണാ. നമ്മളപ്പോൾ 5 മീൽസ് പറഞ്ഞ് 2 കിളിമീൻ. ഓക്കെ, വരട്ടെ. അങ്ങനെ നമ്മുടെ ഊണ് വന്നിട്ടുണ്ട്. എന്തൊക്കെ കറിയാണ്? ചോറ്, പപ്പടം, കുമ്പളങ്ങ പച്ചടി, പിന്നെന്തത് അച്ചാറും, പിന്നെ ഇതൊരു സാലഡ് പോലെ, പിന്നെ പാവക്ക, പിന്നെ അതെന്താ മോര്, അതെന്താ ഇത് സാമ്പാർ, അത് മീൻചാറ്. ഓക്കെ, അപ്പൊ അത് കാണിച്ച് ഒരു ഇത് കിളിമീൻ, ഇത് കട്ട്ല. ഓക്കെ, സവിന് എനിക്കും സാമ്പാർ. കുഴി ഉണ്ടാക്കിയിട്ടുണ്ടേ. ഓക്കെ, അതെയൊക്കെ കൊള്ളാം. അമ്പടി സേമിയ പായസം, അത് കൊള്ളാം. അത് കൊള്ളാം. അപ്പം ചോറ് തിന്നിട്ട് പായസം കുടിക്കാം. ഓക്കെ, ചോറ് കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ബ്രാക്കിഷ് ബേബ് കായൽ റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേയിലാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ, പൊക്കോ. ബാബിയോ ബേബ് ഇവിടെ മറ്റേ കയാക്കിംഗ്, പിന്നെ പെഡൽ ബോട്ട്, സൈക്ലിംഗ്, ഫിഷിംഗ് ഒക്കെ ഉണ്ട്. വെള്ളം കണ്ട നമുക്ക് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അമ്മനെ ലിഫ്റ്റ് എടുത്തു. ഓക്കെ, അമ്മയാണോ വ്ളോഗ് ചെയ്യണം? അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ ബാക്കി ആൾക്കാർ തന്നെ. നമ്മൾ മൊത്തം 25 പേരുണ്ട്. നമ്മൾ ഈ വണ്ടിയിലുള്ള 5 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. 25 ഉള്ളൂ. ഇതാണ് നമ്മളുടെ റിസോർട്ടിന്റെ ഫ്രണ്ട്. ഫോൺ വിളിച്ച് അങ്ങോട്ട് പോണെന്ത്? നമുക്ക് ചെക്ക് ഇൻ ചെയ്യണ്ടേ? ഗ്ലൈഡ് ചേച്ചിനെ വിളിക്കട്ടെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഓരോരുത്തർ. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ചെറായി ആണല്ലോ, അപ്പോൾ എല്ലാവരും ഫോർട്ട് കൊച്ചി വഴിയാണ് വരുന്നത്, ജങ്കാറ് വഴി.
അപ്പോൾ എല്ലാവരും ജങ്കാറ് കയറേണ്ടുള്ളൂ. ചിലർ ജങ്കാറ് കയറി ഇപ്പുറത്തെത്തി, ചിലർ ജങ്കാറ് കയറാൻ പോകണുള്ളൂ. അങ്ങനെ എല്ലാവരും പല പല സ്ഥലത്താണ്. നമ്മളാണ് എന്തായാലും ഫസ്റ്റ് വന്നേക്കണത്. ഞാൻ ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം, പുഴയൊക്കെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കയാക്കെന്നൊക്കെ തോന്നുന്നത്, അറിയത്തില്ല. ഞാൻ ഒരു ഗസ്സ് പറഞ്ഞതാണ്, നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ കയാക്കൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അത് അവിടെയായിട്ടാണ് നമുക്ക് പൂള് വരണത്. ഇതവിടെ കണ്ട, ഇവിടെയാണ് നമുക്ക് പൂള് വരണത്. പൂള് ലക്ഷ്യമാക്കി 4 പേരുടെ നടപ്പോക്കിക്ക് മൈക്കിളപ്പ, അമ്മ, സാവിൻ, പപ്പ. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞായിരുന്നു പൂള് വേണം, പൂള് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് പൂള് തപ്പിയാണ് നമ്മൾ ഈ റിസോർട്ടിലേക്ക് സെറ്റായത്. കൊള്ളാം, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു മഴയുടെ പ്രതീക്ഷിച്ചത്, പക്ഷേ നല്ല വെയിൽ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓരോ കോട്ടേജസ് ആയിട്ട് ഇങ്ങനെ ഉണ്ട് അങ്ങോട്ട്. നാളെ 11 മണി വരെ നമുക്ക് ഇവിടെ ടൈമുണ്ട്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസം 2 PM തുടങ്ങി നെക്സ്റ്റ് ഡേ 11 വരെയാണ് നമുക്ക് ടൈം വന്നേക്കണം. കയ്യാക്കൊക്കെ ഉണ്ട്. ഇപ്പം കയ്യാക്കിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ കരിഞ്ഞ് മൊരിഞ്ഞിരിക്കും. പെഡൽ ബോട്ട്, ഇതിലുണ്ടല്ലോ കുറച്ചും കൂടെ അതാ ചെറുപ്പത്തിൽ തന്നെ എന്തോരം സാധനം വന്നേക്കണം. ചിലപ്പോൾ ഇത് കൊണ്ടുവന്ന് നട്ടതുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഇത്രയും ചെറുതിൽ തന്നെ ഇത്രയും ഉണ്ടാവും. ഹൈറ്റ് കുറഞ്ഞിട്ട് കൊള്ളാലേ, ഭംഗിയുണ്ട്, നല്ല ആംബിയൻസ്. അയ്യോ കൊതുക്. താഴെ വെച്ച പപ്പേ ദേ, അതെ കൈ അഴിച്ചിട്ടില്ല. ഊഞ്ഞാല് തന്നെ ഇരുന്നോ. അപ്പോൾ ഇതാണ്, ഇത് സെക്കൻഡ് റൂമാണ്. ഫസ്റ്റ് റൂം ആദ്യം കാണിച്ചത്, ഇത് സെക്കൻഡ് റൂം. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, ഇതിനെന്താ പറയണോ, ഇങ്ങനത്തെ കുറച്ച് കോംപ്ലിമെൻ്ററി ഐറ്റംസൊക്കെ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു കബേർഡ്. ഇത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇതെന്താ, നാരങ്ങ വെള്ളമാണോ? നാരങ്ങ വെള്ളം കുപ്പിയിലാക്കി വെച്ചതാണോ? ദെൻ ഇവിടെ വരുമ്പോൾ ഒരു മിറർ, ലൈറ്റ്. ഓക്കെ, ഹലോ ഗായ്സ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമിലാവേണ്ട, അതുകൊണ്ട് വാഷ്റൂമിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കൊരു മൊത്തം 6 റൂംസാണ് ഉള്ളത്. ഇതിപ്പോൾ 2 റൂം, ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് വരാം. ഇത് 3rd റൂം, ഏകദേശം അതൊക്കെ പോലെ തന്നെ. അവിടെ ഒരു മിനി ഫ്രിഡ്ജ്, ദെൻ ഇവിടെ ഒരു മിറർ. ഇവിടുത്തെ വാഷ്റൂം നോക്കാം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇവിടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ഹലോ മൈക്കിൾ പപ്പ. വിശാലമായ ഷോറൂം. ഇപ്പം കൊള്ളാം. നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ റൂം പുറത്ത് നോക്കുമ്പോൾ. സോ അവിടെ ഫസ്റ്റ് റൂം, ഇത് സെക്കൻഡ് റൂം, ആൻഡ് ദിസ് ഇസ് ദ 3rd റൂം.
കൊള്ളാട്ടോ, നല്ല ആംബിയൻസ്. രാത്രിയൊക്കെ അടിപൊളി. ആ അത് കുഴപ്പമില്ല. ഇതാണ് 4th റൂം. ഇവിടെ ഇങ്ങനൊരു സോഫയൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. കൊള്ളാം. ഇത് നമുക്ക് കൺവേർട്ടബിൾ ആണ്, അതായത് നമുക്ക് ഈ സോഫ ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാം. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു കിച്ചൺ സ്പേസ് പോലെ ഇവിടെ ഉണ്ടൊരു മിനി ഫ്രിഡ്ജ്. ഇതും നമുക്ക് ഓപ്പൺ ആക്കാം. ബട്ട് ഇവിടെ പ്രത്യേകിച്ച് വ്യൂസ് ഒന്നുമില്ല. ദെൻ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ്. ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം. കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. വാഷ്റൂം. കൊള്ളാട്ടാ. എല്ലാ റൂംസ് നല്ല നീറ്റാണ്, ക്ലീനാണ്. നമ്മൾ 1, 2, 3, 4 കണ്ടു. ഇനി നമ്മുടെ ഫിഫ്ത്ത് റൂമിലോട്ട് പോവാം. ഇതിപ്പോൾ റൂം കാണിച്ച് തന്നെ എൻ്റെ വ്ളോഗ് അത്യാവശ്യം വലുതാവുമെന്ന് എനിക്ക് തോന്നണം. ഒരെണ്ണം കാണിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ റൂംസും എങ്ങനെയുണ്ട് കാണാനൊരു എക്സൈറ്റ്മെൻറ്റ്. യെസ്, ഇവിടെയും സെയിം, അതായത് ഇങ്ങനൊരു കൺവേർട്ടബിൾ ആയിട്ടുള്ളൊരു സോഫ, ഇങ്ങനത്തെ സ്പേസ്, സെയിം ആ മോഡൽ തന്നെയാണ്. ഇതെല്ലാം മറ്റേ ഐഡൻറ്റിക്കൽ ട്വിൻസിനെയൊക്കെ പോലെ ഉണ്ട്. ആകെ ഈ ഫ്ലോറിന് എന്തോ വ്യത്യാസം ഉണ്ടെന്ന് തോന്നണേ, അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി അതും കൂടെ ബാക്കി വെക്കണ്ട. സോ വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് വൺ. ഏറ്റവും ലാസ്റ്റത്തെ റൂമിലോട്ടാണ് പോണേ. കാണിച്ചാൽ ഇവിടെ നിന്ന് ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നത്. ഒരു മുളയൊക്കെ വെച്ചിട്ട് ഈ ഒരു വൈബ്. ഇത് കൊള്ളാം, നല്ലൊരു വ്യൂവും കണ്ടോ. ഞാൻ മഴ പ്രതീക്ഷിച്ചാണ് കേട്ടോ വന്നത്, പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസം. ഇത് കൊള്ളാം. ഇത് കുറച്ച് ഡിഫറെൻ്റാണ്, അതായത് നോക്കൂ, ഒരു മേളിലൊക്കെ ഒരു ബാംബൂ ഓല, എന്താ ഇത് മറ്റേ പാളെ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ. ഇനി ഇവിടെ അയ്യോ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇതെങ്ങനെ തുറക്കണം? ഞാനിതിൻ്റെ ടെക്നിക്കൊന്ന് പഠിക്കട്ടെ. സ്ലൈഡാണോ? ഈശ്വര, ഞാനിതിപ്പോൾ തല്ലി പൊളിച്ചാനേ. ഭാഗ്യം ആരില്ലാത്തത്, ഭാഗ്യം ആരില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റിംഗ് സ്പേസ് ആണ് കേട്ടോ വരുന്നത്. മഴയൊക്കെയുള്ള ടൈമിൽ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് ജസ്റ്റ് ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളി. ലൈക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെയൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യുക, ഓടി വന്ന് ഇവിടെ കിടന്നുറങ്ങുക. ഓക്കെ, ആ ഒരു വൈബ്. ആൻഡ് ദിസ് ഇസ് ഗുഡ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ ഗൈസ്, ഞാൻ നല്ല വലിപ്പമൊന്നുണ്ടോ? ഇല്ല. പിന്നെ അവിടെ കബോർഡ്. ഇത് കുറച്ചും കൂടെ നോക്കിയേ, കൊള്ളാല്ലേ, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. ബാക്കിയുള്ള എല്ലാ റൂംസിൽ നിന്നും കുറച്ചും കൂടെ ഒരു വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പോകാം. ആരെങ്കിലുമൊക്കെ അവിടെ വന്നിട്ടുണ്ടാകും നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ സൈഡിലേക്കൊക്കെ പോയാൽ
ഇവിടെയും ഒരു കിടന്നാടൻ ഊഞ്ഞാലുണ്ട്. ദെൻ ഇങ്ങനെ പോയാൽ ഇവിടെ പുഴ. അപ്പോൾ അവിടേക്കൊരു പാലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് കുറച്ച് പോവാവേ. എല്ലാവരും വന്നു കഴിയുമ്പോഴൊക്കെ പോവാം. അങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ട്. കണ്ടില്ലേ, അവിടെ ഇരുന്ന് ചില്ല് ചെയ്യാം. ലൈക്ക് അവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട്. അവിടെ ഒരുത്തൻ കിടന്ന് പറഞ്ഞു. ആരടാ ഇതേതേ പെണ്ണും പിള്ളേന്ന് ഇരിക്കാൻ ഉദ്ദേശിക്കണം. ഓക്കെ, ബൈ. അങ്ങോട്ട് പിന്നെ പോവാം. ഒറ്റക്ക് പോകാനൊരു സുഖമില്ല. ഇതാണ് ഗൈസ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതായത് ഞാൻ കട്ട മഴ പ്രതീക്ഷിച്ചാണ് വന്നത്. അതായത് നമ്മൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളൊക്കെ ലിമിറ്റേഷൻസൊക്കെ ഉണ്ടാകും. കാരണം മഴ ഓപ്പൺ ഏരിയയിലാണ് ഗ്രില്ലിൻ്റെ സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പോൾ മഴ പെയ്ത പണിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നല്ല വെയിൽ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും മഴയായിരുന്നു. പക്ഷെ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. എല്ലാം നല്ലതിന്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസൊക്കെ കൊള്ളാം. ഇത് ചെറായിലാണ് വരുന്നത്. ചെറായി ബീച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവില്ല, മാക്സിമം ഒരു 1 കിലോമീറ്റർ. ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലായത്, പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് മനസ്സിലായത് ബ്രാക്കിഷ് കായൽ റിസോർട്ട് എന്നാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമാണുള്ളത്. നോക്കൂ ഗൈസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ അല്ലേ തലയും വാലും കോർഡിനേറ്റർ എല്ലാം. എൻ്റെ അമ്മേ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ് വേണമെങ്കിൽ സവിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഗ്ലൈഡിച്ചാണ് കേട്ടോ നമ്മുടെ അക്കൗണ്ടന്റ്. കണ്ടാ ലക്ഷങ്ങളുടെ കണക്കാണ്. ഓ മൈ ഗോഡ്, അയ്യോ. ഓ, സംഭാവനകൾ കുമ്പരമായി കൂടുമ്പോ പരിപാടികൾ കളറാകുന്നു. ഇപ്പഴേ രണ്ടുപേര് ഇതേ പൂളിൻ്റെ അവിടെ പോയി നോക്കി. ഹലോ ഗായ്സ്, ഓടിക്കളെ. ഇൻട്രോവേർട്ടാണോടാ? അല്ലല്ലേ, വേറെ എന്തെങ്കിലും കുറച്ചൊന്ന്. എടാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ എത്തി. ഇവനിവിടെ കുളി തുടങ്ങി. അപ്പൊ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് നമ്മളാ ഗ്രില്ല് ചെയ്യണം. അതാ ചേട്ടന്മാരെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ അവിടെ. ഫ്രിഡ്ജ് എല്ലാ റൂമിലുണ്ടോ? റോസ്ലൈൻ്റെ സൈക്കിളോട്ടർ. അവിടെ പാട്ട് പാടാൻ പോയപ്പോൾ അവൻ അത് കവർ ചെയ്ത് നിൽക്കുക. അതേ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. മൈ ഗോഡ്, ഷീൻ. അവിടെ സിൻഡ്രല്ല വന്നില്ലേ? ഇതൊക്കെ ഇറക്കാൻ വേണോ? ഇവിടെ ടീ ടൈം ആണോ ഗൈസ്? എന്താ സാധനം? പരിപ്പൊടി. നമ്മ സമൂസ അല്ലേ പറഞ്ഞ? സമൂസ തീർന്ന. ഹലോ ഹലോ. ചായ കുടിക്കണം ഗൈസ്. എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്നിട്ട് സമൂസ എവിടെ? പരിപ്പോടെ നമ്മ പറഞ്ഞില്ലായിരുന്നല്ലേ? തീർന്നു പോയാ?
കൊള്ളാം, നല്ലോണ്ട്. ഇങ്ങനെ നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യണ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയാ പറയണ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ അതേ കയാക്കിങ് തുടങ്ങി. ആദ്യം ഉദ്ഘാടനം ചെയ്തേക്കണ ആൻവിനാട്ടാ. എന്താടാ കറങ്ങണത്? എഞ്ചിൻ കംപ്ലൈന്റ് പതിയെ റൈറ്റ് സൈഡില് 2 പ്രാവശ്യം മത്സരിക്കണേ ഇവന്മാര്. അതില് പോവാ. ഗൈസ്, ഞങ്ങളൊരു റൈഡ് പോയിട്ട് വരാം. പിന്നെ വെള്ളിട്ടോണ്ട് വന്നു. നീ വെള്ളം മാറിയിട്ട് വെള്ളിട്ടോ. ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് എന്നൊക്കെ പറയണുണ്ട് കേട്ടോ. അയ്യോ, ഇത് ചവിട്ടാ പറ്റുള്ളൂ. അല്ല, ഇത് നമുക്ക് ചവിട്ടി മടക്കുമ്പോ ഇവരെ ബാക്കിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? അയ്യോ, ചവിട്ടി മടക്കുമ്പോ നമുക്ക് റിലാക്സ്. വെള്ളം തെറിപ്പിക്കരുത് കേട്ടാ, ഞങ്ങ വന്ന് ഇടിക്കും. എടാ വേണ്ടട്ടോ, ഇടിക്കല്ലേട്ടാ, മുങ്ങിപ്പോയാ കോമഡി ആകും. ഫോണൊക്കെ ഉള്ളത് പോടാ. നല്ല സുഖം ഉണ്ടല്ലേ ഇരിക്കാൻ. ഇവളന്മാരെ കൊണ്ട് ചോട്ടിച്ചാ മതിയായിരുന്നല്ലേ. ഇപ്പൊ മറിയും. എന്താ കാര്യം? നീ കറക്റ്റ് ആയിട്ട് ഫ്രണ്ടിലും കേറിയിരുന്നു. എടീ ചവിട്ടടി. ഒരാവശ്യമില്ലായിരുന്നു. ഇത് കൊള്ളാലോ. ബാക്കിലോട്ട് എടുക്കുന്നുണ്ട് നല്ലത്. ഫോണൊന്നും തരൂല. കാറ്റത്ത് പോയിട്ട് ഇവന്റെ എടുത്തിട്ട് പോ. എടാ നീ പതിയെ സ്റ്റേന് ഒരു സൈഡിൽ മാത്രം സ്ട്രെയിൻ കൊടുക്കല്ലേ. എടാ സ്ട്രെയിൻ വേണ്ട, ഹലോ ഗായ്സ്, എന്തോ ചാടിപ്പോയി. കണമ്പ് ഇങ്ങോട്ട് വാ. നീ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്ക. അവസാനം ഇത് ഒരു കൈ ഇരിക്കണല്ലേ. എടി എന്താടി ഇത്? ഇതിന് അങ്ങോട്ടെത്തുമ്പോ ഒരു അട്രാക്ഷൻ. കറങ്ങി വരാ. ആർക്കെങ്കിലും ഇവിടെ ഇറങ്ങണ? എടിയാ വീഡിയോ എടുത്തേ. അതൊക്കെ രാത്രി കള്ളുടിക്കാൻ ഇവിടെ എല്ലാരും ഇതിലോട്ട് ഡ്രോപ്പ്. നീ കാലം മാറ്റിക്കാൻ സാന്ദ്രേ. പണിയാ വെള്ളത്തിൽ വീഴരുതട്ട ഫോൺ. ഇവനെന്താ അതിനോട്? ഞങ്ങത് നീ ഇതിൽ കേറ്. മഞ്ഞ ചവിട്ടെ. അതെ, എന്ത് സുഖം, എന്ത് രസം. എന്റെ പെടൽ പോട്ട് നിന്റെ കാല്. പോടാ പോടാ. നീ ഇതിൽ കേറിയപ്പോ തന്നെ പറഞ്ഞെന്താന്നറിയോ? ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, വേഗം പോണുണ്ടല്ലോ, നമ്മ സ്പീഡിനല്ലേ ഓടിക്കണേന്നൊക്കെ. ഓടിക്കട കുട്ടാ, കുട്ടടേ. എടാ കുട്ടടാ. അത് 2 പേർക്കുള്ളതാണ്. എന്താ മോനെ, തള്ളിക്കോ, തള്ളി.
എവിടെ ഞാൻ നോക്കട്ടെ. ഈ സൈഡിലെല്ലാം മീനും ചാടോ? നമ്മളെ മുമ്പിലായിരുന്നു. ആ പക്ഷെ ഇവിടെ കിട്ടൂല, ഇത് ഇളകിയിരിക്കണല്ലേ വെള്ളം. മീനൊക്കെ ഞാൻ പേടിച്ച് ഓടണേന്ന് തോന്നുന്നു ഇവിടുന്ന്. ഇങ്ങനെ ചാടി 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 പോണ്ട്. ആ സ്റ്റെയിനെ വിഷമിച്ചാ? എടാ നിന്റെ കയക്ക് മാറ്റാ പിടിച്ചേക്കണ. അവിടെ എന്താ സംഭവിക്കണത്? അവിടെ കറക്കി കളിക്കണം. ഫോട്ടോഗ്രാഫി സെഷൻ. അതെന്താണത്? വെള്ളമാണത്? വെള്ളമാണോ? അയ്യോ അത് കണ്ടില്ല. പരുന്തേ എന്നെ കൊത്തരുത്. എന്തേലോ കിട്ടി. വേർത്ത് വെറുതെ ഇരുന്ന് വേർത്ത്. എവിടെ ചവിട്ട ചവിട്ട എവിടെ നോക്കട്ടെ. FM ഒന്ന് നോക്കട്ടെ. ബ്രൈറ്റ് ഒന്ന് നോക്കിക്കേ. ഇടിച്ച് ആക്സിഡന്റ്. പിന്നെ ഇവിടെ നിന്ന് ഇടിച്ച്. അത് കുഴപ്പമില്ല, അത് വെക്കാം. അത് കുഴപ്പമില്ല, അത് കൊളുത്തില്ല. ഫോൺ തരൂല ബാക്കി. അയ്യോ ബാക്കി ആൾക്കാരൊക്കെ അവിടെ കാത്തിക്കണ. ഹലോ ഗായ്സ്. ഹലോ. നേരെ വെച്ചിട്ട് മീനാണോ? എവിടെ എവിടെ എന്ത് കരിമീനാ? തുമ്പച്ചി. വേ ഒഴുക്കി വിട്ട. നന്മയുള്ള ലോകമേ. എടി എടി മണ്ടത്തികളെ പിന്നെയും തിരിച്ചങ്ങനെ തന്നെ ആക്കി. എടി അങ്ങനെയല്ലടി ഞാൻ പറഞ്ഞത്. ഈ സൈഡ് അപ്പുറത്ത് വാ. ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്ക. വീട്ടിൽ പോണോ എനിക്ക്? അല്ല കുറച്ചും കൂടെ റൈറ്റ് എടുക്ക്. റൈറ്റ് എടുക്ക്. റൈറ്റ് എടുക്ക്. അയ്യോ അവരെടുക്കട്ടെ. എന്തിപ്പ നടക്കേ? അവിടെ ബോട്ടില് അടുത്ത ആൾക്കാർ കയറി. അയ്യോ തൊട്ട് വെള്ളത്തില് തൊട്ടൂത്തണത് സുരേഷ്. ദൈവമേ കാത്തോളണേ. അയ്യോ നമ്മളൊന്ന് ഇടിക്കുമല്ലോ. ഫ്രണ്ടിപ്പോ ഫ്രണ്ടിപ്പോ. ചവിട്ടിക്കോ ചവിട്ടിക്കോ. എടി നമ്മളൊന്ന് ഇച്ചിരി മുമ്പിലേക്ക് എടുത്ത് അവരോട് പോവാൻ പറ. ചവിട്ടിക്കോ. രണ്ടുപേരും കൂടെ നോക്കിക്കേ. ഹലോ ചവിട്ടണോ? അത് കുഴപ്പമില്ല. ചേച്ചി ചേച്ചി പറഞ്ഞു. ഞാൻ ഇറങ്ങാമണേ. ആ അയ്യോ എല്ലാരും ഇറങ്ങി. നമ്മള് കൈയാക്കി കഴിഞ്ഞതേ ഇവിടെ കാര്യത്തില് ചൂണ്ടിരണേ. എന്റെ പൊന്നോ കിട്ടിയാ കിട്ടിയാ. ഓ നേരത്തെ പിടിച്ചു വെച്ചാ കിട്ടി പോനെ. എന്ത് സാധനം? തുമ്പച്ചിയാ. വാവ് വാവ് ഗൈസ്. ഇതെന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ പിടിക്കണ. എന്താ കുഞ്ഞിനെ പിടിക്കാൻ പാടില്ല? കാര്യമില്ലല്ലേ പിടിച്ചിട്ട്. ആ ഒന്നും ഇടണ്ടേ? വെറുതെ ചൂണ്ട മാത്രം ഇട്ടാ. എവിടെ ചൂണ്ട? എവിടെ? അവൻ അതിന്റെ നടുക്കോന്ന് പിടിക്കാനായിരിക്കും. പപ്പ ഇതിന്റെ പൊക്കത്ത് കയറിന്നിടാൻ പാടില്ലേ? അല്ല അതാകുമ്പോ കുറച്ചും കൂടെ നടുക്കോട്ട് കിട്ടുമല്ലോ. മെസ്സിന് ഒരെണ്ണം പോയി. ചൂണ്ടയും പോയാ? ഇത് പോയാ? കൊളുത്ത് പോയാ? എന്താ
ആ വരാ ചൂണ്ടിടണേ. വീഡിയോ എടുക്കണമെന്നാ വന്നെ ഇപ്പൊ വരാ. എനിക്ക് വാങ്ങിച്ചേക്കാ ചൂണ്ട. ഓക്കെ ഗ്ലൈഡ് ചേച്ചി എന്താ ഇങ്ങനെ നിക്കണ? ആ അതെ. അടുത്ത റൗണ്ട്. ബൈ ബൈ. അതാണ് ഇത്ര കോൺസെൻട്രേഷൻ. ഇവിടുന്ന് വന്നി ഇറങ്ങണോ? ഗ്ലൈഡ് ചേച്ചി കയറിയില്ലല്ലോ. ആൾക്കാരൊക്കെ വന്നല്ലേ. എവിടെ ചൂണ്ടിടാൻ പോണ? ഞാൻ വരുമ്പോ എനിക്കൊരു ചൂണ്ടാനോട്ടാ. എങ്ങാട്ടൊക്കെയോ പോണുണ്ട്. കുറച്ച് എനർജി വേണമെന്ന്. നീ കുടിക്ക്. ആ ഹായ് പറ. ഹായ്. അതെ വയറ്റിന് കിട്ടിയ തിമിങ്ങലം. ഇന്ന് മീനിന്റെ ചാകരയുള്ള 2 മീൻ ഒരേ സമയം. മുള്ളടാന്നൊക്കെ സാമിനെ എനിക്കും പിടിക്കണം. സാമി എന്താടും തള്ള് കൂടുതലിട്ടേ കുത്തുള്ളൂ. ചെറുതാകുമ്പോ ഇവിടുത്തെ എല്ലാം വയറന്മാരാണ്. കൊടുക്ക് ചേട്ടാ. അവിടത്തെ ചൂണ്ട എക്സ്പേർട്ടാണ് തീക്കണത് അല്ലേ സവിൻ? പറഞ്ഞു കൊടുക്ക്. ആൻവിനവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചമ്മി പോകുന്നാണ്. പാമ്പാട. ദൈവമേ. അല്ല അപ്പൊ 2 മീൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായില്ല? അതെ ഇത്രയുള്ള കരിമീൻ. ഇത്രയുള്ള പാവം തോന്നുന്നു. വെജിറ്റേറിയൻ ആണോ നീ? ഇത് കുറച്ചും കൂടെ വലുതാണ്ട് സാന്ദ്രേ. ഞങ്ങളിവിടെ ചൂണ്ടിടാൻ വേണ്ടി വന്നപ്പോ അവിടെ നോക്കിക്ക്. അയ്യോ ഈ ചൂണ്ട ഞാൻ മാറ്റി തരാവേ. ഇതത് നോക്ക്. അതൊരു ചങ്ങാടമായിരുന്നു ഗൈസ്. എല്ലാരും കൂടെ കേറിക്കണ നമ്മളെ കൂട്ടാണ്ട്. രണ്ടുപേരും നിങ്ങളെ തന്നെയാണോ പിടിക്കണ ചൂണ്ടയിട്ട്? നിങ്ങൾ രണ്ടുപേരെ നിങ്ങളെ തന്നെ ചൂണ്ടയിട്ട് പിടിക്കണം. രണ്ടും കൂടെ കെട്ടായി. എടാ അവര് തിരിച്ചിറങ്ങണ്. നമ്മളാരായി? അയ്യോ ഇവരെ കാണയില്ലല്ലോ. നമ്മളാരായി? നമ്മളെ കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞല്ലേ? നമ്മളെ കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞിട്ട് എന്താ അവരിങ്ങോട്ട് വരാഞ്ഞാ? അതെ അതെ ഇവിടെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഒന്നല്ല. വാ നമുക്ക് പോകാം. അപ്പുറത്ത് പോയിടാം. ഓ എന്താ ഒരു വൈബ്.
എടാ എടാ ഇത് തോളും കൊടുക്കടാ ഇവിടെ മാറ് വേണമെന്ന് പറയണ്ട്. ഇങ്ങടെ എത്തട്ടെ ഇങ്ങടെ എത്തട്ടെ കോഴി വേണോ താറോ വേണോ മുട്ട വേണോ ഓംലെറ്റ് വേണോ എന്ത് വേണം സൂര്യേഷേട്ടാ പറയൂ സൂര്യേട്ടാ അയ്യാണ് പറയണ പാട് പല്ലിന് ഗ്യാപ്പ് കൂടി വരുന്നു ഭാഗ്യമുള്ള സ്ത്രീയാണ് വെള്ളമെങ്കിലും കിട്ടിച്ചാകും വാ എല്ലാരും ഇറങ്ങ് ഫോട്ടോ എടുക്കാം. ഞാൻ ആദ്യം ഇറങ്ങാം. കൊതുകണ്ട നമ്മളൊരു ഐലൻഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇവിടെ ആയിരിക്കുന്നു നമ്മൾ. അതെ, ചുറ്റിനും വെള്ളം. എല്ലാവരും കൈ പിടിച്ച് പ്രാർത്ഥിക്കും. ചേട്ടനാണോ ചോദിച്ചത്? എടുത്ത് ചേട്ടാ ഒരാളിറങ്ങാനുണ്ടോ അവിടെ? ഞാനേ മറ്റന്നാൾ പോയിട്ട് അഡ്മിഷൻ ഓക്കെ ആണെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഏതിനാ? അവിടെ കുളി കാര്യത്തിലാണല്ലോ. വേറെ ആരാ? ആൻവിനും സ്റ്റെയിനും ഗ്യാറില്ല. ഒരു കൊച്ചിവിടെ കയറി ഇരിപ്പുണ്ടായിരുന്നു. ഗായ്സ് ഇവിടെ കലാപരിപാടികളാണ്. ചിക്ക ചിക്ക